LDF തുടർഭരണം ഉറപ്പിച്ച കൊടുങ്ങല്ലൂരിൽ ആരായിരിക്കും ചെയർമാൻ എന്ന ചോദ്യം സജീവ ചർച്ചയാകുന്നു. CPIക്ക് ആദ്യ ഊഴം. അങ്കമാലി നഗരസഭയിൽ ഇരുമുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. നഗരസഭ ഇനി ആര് ഭരിക്കണമെന്ന് സ്വതന്ത്രർ തീരുമാനിക്കും. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പറപ്പുക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ രോഹിത്, കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ, തറക്കൽ വീട്ടിൽ ഗിരീഷ് എന്നിവർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. LDF തുടർഭരണം ഉറപ്പിച്ച കൊടുങ്ങല്ലൂരിൽ ആരായിരിക്കും ചെയർമാൻ എന്ന ചോദ്യം സജീവ ചർച്ചയാകുകയാണ്. ആദ്യ ഊഴം ചെയർമാൻ സ്ഥാനം CPIക്കുള്ളതാണ്. തങ്ങൾക്ക് രണ്ടാം ഊഴമായതിനാൽ CPM ചെയർമാനെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല. ആദ്യഘട്ടം വൈസ് ചെയർമാൻ സ്ഥാനം CPMനുള്ളതാണ്. കൊടുങ്ങല്ലൂരിൽ ആരായിരിക്കും ചെയർമാൻ എന്ന ചോദ്യം സജീവ ചർച്ചയാകുകയാണ്. CPIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന PP സുഭാഷും മുൻ മേത്തല പഞ്ചായത്ത് പ്രസിഡന്റ് PO ദേവസിയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ ചെയർമാനെ കണ്ടെത്തേണ്ടി വരും. മണ്ഡലം കമ്മിറ്റി അംഗം VB രതീഷാണ് പാർട്ടി മാനദണ്ഡപ്രകാരം ചെയർമാൻ ആകേണ്ടത്. എന്നാൽ VB രതീഷ് സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല. VB രതീഷ് വഴിയൊഴിഞ്ഞാൽ മുൻ വൈസ് ചെയർമാൻ ഹണി പീതാംബരൻ, മുൻ കൗൺസിലർ EC അശോകൻ എന്നിവരിലൊരാൾ പരിഗണിക്കപ്പെട്ടേക്കാം. മറ്റ് കൗൺസിലർമാർ പുതുമുഖങ്ങളായതിനാൽ അവർ പരിഗണിക്കപ്പെടാനിടയില്ല. തങ്ങൾക്ക് രണ്ടാം ഊഴമായതിനാൽ CPM ചെയർമാനെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല. ആദ്യഘട്ടം വൈസ് ചെയർമാൻ സ്ഥാനം CPMനുള്ളതാണ്. ഒരുപക്ഷെ ഒരു പുതുമുഖത്തിന് നറുക്കുവീണേക്കാം. അതല്ലെങ്കിൽ റസോജ ഹരിദാസ്, ശ്രീദേവി തിലകൻ, ലത ഉണ്ണികൃഷ്ണൻ എന്നിവരിലാരെങ്കിലും പരിഗണിക്കപ്പെടും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അങ്കമാലി നഗരസഭയിൽ ഇരുമുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ സ്വതന്ത്രർ നിർണായകമാകും. 4 സ്വതന്ത്രർ വിജയിച്ചു കയറിയതോടെ നഗരസഭ ഇനി ആര് ഭരിക്കണമെന്ന് സ്വതന്ത്രർ തീരുമാനിക്കും. LDFന് 13 സീറ്റും UDFന് 12 സീറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. NDAക്ക് 2 സീറ്റുമുണ്ട്. വിൽസൺ മുണ്ടാടൻ, ലക്സി ജോയി, വർഗീസ് വെമ്പിളിയത്ത്, ബിനി കൃഷ്ണൻകുട്ടി എന്നിവരാണ് അങ്കമാലി നഗരസഭയിൽ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചത്. ജയിച്ച സ്വതന്ത്രരിൽ 2 വനിതകളുമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നതിനാൽ സ്വതന്ത്രരിൽ ആരെങ്കിലും ചെയർപേഴ്സണാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. LDFന് 13 സീറ്റും UDFന് 12 സീറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. NDAക്ക് 2 സീറ്റുമുണ്ട്. 31 വാർഡുകളുള്ള നഗരസഭയിൽ 16 സീറ്റുണ്ടെങ്കിലേ ഭരിക്കാനാകൂ. സ്വതന്ത്രർ ഏതു മുന്നണിയെ പിന്തുണയ്ക്കുന്നുവോ ആ മുന്നണിക്കായിരിക്കും ഭരണം. 4 സ്വതന്ത്രരും ഒരുമിച്ച് നിന്ന് വിലപേശാനാണ് സാധ്യത. കഴിഞ്ഞ തവണ വിൽസൺ മുണ്ടാടൻ, ലക്സി ജോയി എന്നിവരുൾപ്പെടെ 3 സ്വതന്ത്രർ ജയിച്ചിരുന്നു. മീഡിയ ടൈം, അങ്കമാലി. എറണാകുളം ജില്ലയിലെ 10 പഞ്ചായത്തുകൾ അനിശ്ചിതത്വത്തിന്റെ തുലാസിൽ. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഇടങ്ങളിൽ ആരൊക്കെ സഹകരണത്തിന്റെയും നീക്കുപോക്കിന്റെയും അടവ് നയങ്ങളുമായി എത്തുമെന്ന് കാത്തിരുന്നു കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓരോ ചുവടിലും സൂക്ഷിച്ചില്ലെങ്കിൽ അടിപതറുമെന്നുറപ്പ്. ചേന്ദമംഗലം പഞ്ചായത്തിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ആകെ 19 സീറ്റുള്ള ഇവിടെ LDFനും UDFനും 9 സീറ്റുകൾ വീതമാണ്. ശേഷിക്കുന്ന 1 സീറ്റിൽ സ്വതന്ത്രനായി മത്സരിച്ച CPM വിമതനാണ് ജയിച്ചത്. CPMൽ നിന്ന് പുറത്താക്കിയ ഇയാളെ ആരൊപ്പം കൂട്ടാൻ തയ്യാറാകുന്നോ അവർക്കാകും ഭരണം. LDFന്റെ കയ്യിലുണ്ടായിരുന്ന കോട്ടുവള്ളി പഞ്ചായത്തിലും അനിശ്ചിതത്വമാണ്. ആകെയുള്ള 24 വാർഡുകളിൽ 11 സീറ്റ് UDFനും 10 സീറ്റ് LDFനുമാണ്. 3 സീറ്റ് NDAക്കുമാണ്. 13 സീറ്റുണ്ടെങ്കിൽ ഭരിക്കാം. ഒന്നുകിൽ NDAയുമായി സഹകരിക്കണം, അല്ലെങ്കിൽ LDFും UDFും ഒന്നിക്കണമെന്നതാണ് കോട്ടുവള്ളിയുടെ അവസ്ഥ. വടക്കേക്കരയിലും സമാനമായ സ്ഥിതിയാണ്. 21 സീറ്റുകളുള്ള ഇവിടെ 9 സീറ്റ് UDFനും 10 സീറ്റ് LDFനുമാണ്. 2 സീറ്റുള്ള NDAയുമായി സഹകരിക്കുന്നോ അതോ ഇരുമുന്നണികളും ഒന്നിക്കുമോ എന്ന് കണ്ടറിയണം. ഞാറക്കൽ, കല്ലൂർക്കാട്, രാമമംഗലം, പോത്താനിക്കാട്, പുതൃക്ക എന്നിവിടങ്ങളിലും ഭരണത്തിൽ അനിശ്ചിതത്വമുണ്ട്. മീഡിയ ടൈം, കൊച്ചി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ UDFന് സമഗ്രാധിപത്യം. 2020 നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ മിന്നുന്ന ജയത്തോടെ UDF തിരിച്ചുപിടിച്ചു. LDFന് വലിയ തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. നഗരസഭകളിൽ ഒന്നിലും LDFന് മുന്നിലെത്താനായില്ല. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലും UDF വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ UDFന് സമഗ്രാധിപത്യം. ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2020 അസാധാരണ മുന്നേറ്റത്തോടെ 4 പഞ്ചായത്തുകളിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നേടിയ 2020 ഇക്കുറി 2 മാത്രമാണ് ഭരണം ഉറപ്പിക്കാനായത്. 10 വർഷത്തെ ഭരണത്തിനു ശേഷം 2020 ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ ഭരണം ഇക്കുറി മികച്ച വിജയത്തോടെ തിരിച്ചുപിടിച്ചത് UDFന് ഇടതുപക്ഷത്തോടുള്ള മധുര പ്രതികാരം കൂടിയായി. ആകെയുള്ള 76-ൽ 47-ലും UDF വിജയിച്ചു. വിമതശല്യം അലട്ടിയിട്ടും ശക്തമായ തിരിച്ചുവരവാണ് UDF നടത്തിയത്. അതേസമയം കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആന്റണി കൂരിത്തറ പരാജയപ്പെട്ടു. സംസ്ഥാനത്തെ മികച്ച നഗരഭരണമെന്ന് പ്രചരിക്കപ്പെട്ടിട്ടും ഭരണകക്ഷിയായ LDFന്റെ സീറ്റ് നില 22-ലേക്ക് ഒതുങ്ങി. ചരിത്ര വിജയത്തോടെയാണ് ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തിയത്. ആകെയുള്ള 28-ൽ 25 സീറ്റും UDF വിജയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 9 സീറ്റ് അധികം നേടിയാണ് UDF മുന്നേറ്റം. 16 സീറ്റായിരുന്നു 2025-ൽ ഉണ്ടായിരുന്നത്. 2025-ൽ 2020 പിടിച്ചെടുത്ത വെങ്ങോല, പുത്തൻകുരിശ് ഡിവിഷനുകൾ ഇക്കുറി അവർക്ക് നഷ്ടമായി. 2ഇടത്തും പാർട്ടി 2ാം സ്ഥാനത്തുണ്ട്. ജില്ലയിലെ 13 നഗരസഭകളിൽ 11ഉം UDFനാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ജില്ലയിൽ ആദ്യമായാണ് ഒരു നഗരസഭയിൽ BJP നേതൃത്വം നൽകുന്ന മുന്നണി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നത്. നഗരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച UDF തരംഗം ഗ്രാമപഞ്ചായത്തുകളിലും പ്രകടമായി. ആകെയുള്ള 82 പഞ്ചായത്തുകളിൽ 66-ലും UDF ഭരണം നേടി. 7ഇടത്ത് മാത്രമാണ് LDFന് നേടാനായത്. കഴിഞ്ഞ തവണ 4ഇടത്ത് ഭരണം നേടിയ 2020 ഇക്കുറി അധികാരം കിഴക്കമ്പലത്തും ഐക്കരനാടും മാത്രമായി. ഐക്കരനാട് 2020 പ്രതിപക്ഷമില്ലെന്ന 2020-ലെ പ്രത്യേകത ഇക്കുറിയും ആവർത്തിച്ചു. മീഡിയ ടൈം, കൊച്ചി. UDF തുടർഭരണം നടത്തുന്ന പറവൂർ നഗരസഭയിൽ ഇക്കുറി അവർക്ക് ഭൂരിപക്ഷം നേടാനായില്ല. 30 വാർഡുകളുള്ള ഇവിടെ 15 സീറ്റുകളിൽ മാത്രമാണ് UDF ജയിച്ചു കയറിയത്. നഗരസഭ 7ാം വാർഡിൽ മത്സരിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രി S. ശർമ്മയുടെ ഭാര്യ ആശ ശർമ്മ പരാജയപ്പെട്ടു. 29 വാർഡുകൾ ഉണ്ടായിരുന്ന പറവൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണയും UDF 15 സീറ്റുകളോടെയാണ് ഭരണം പിടിച്ചത്. നഗരസഭ 7ാം വാർഡിൽ മത്സരിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രി S. ശർമ്മയുടെ ഭാര്യയായ ആശ ശർമ്മ പരാജയപ്പെട്ടു. UDFലെ മുൻ ചെയർമാൻമാരായ D. രാജ്കുമാർ, പ്രദീപ് തോപ്പിൽ, VA പ്രഭാവതി, LDFലെ മുൻ വൈസ് ചെയർമാൻ K. സുധാകരൻപിള്ള എന്നിവർ പരാജയപ്പെട്ടവരിൽ പെടും. NDA മുന്നണിയിലെ നിലവിലുള്ള കൗൺസിലർമാരായ G. ഗിരീഷും രഞ്ജിത് മോഹനും പരാജയപ്പെട്ടു. 30 വാർഡുകളിലെ വോട്ടിംഗ് നില പുറത്തു വന്നപ്പോൾ 9 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തെത്തി. UDF 7 വാർഡുകളിലും LDF 3 വാർഡുകളിലുമാണ് 2ാം സ്ഥാനത്തെത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർഡായ 21 കേസരി വാർഡിൽ NDA സ്ഥാനാർത്ഥി ആശാ മുരളി ഇക്കുറിയും 19 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൊയ്തു. കോടതി 7ാം വാർഡിലാണ് LDF ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത്. ഇവിടെ CPMന്റെ മുതിർന്ന നേതാവായ S. ശർമ്മയുടെ ഭാര്യ ആശാ ശർമ്മയ്ക്ക് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPMലെ EG ശശി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡാണിത്. ഇക്കുറി ഇവിടെ NDA സ്ഥാനാർത്ഥി നന്ദിനി രമേശ് 15 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDFലെ രജിത ഉണ്ണികൃഷ്ണൻ 186 വോട്ടും ആശ ശർമ്മ 142 വോട്ടും നേടി. ആശ സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇവിടെ മത്സരിച്ചത്. മീഡിയ ടൈം, പറവൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയിലും എടവിലങ്ങ് പഞ്ചായത്തിലും BJPയെ പരാജയപ്പെടുത്താൻ LDFും UDFും രാഷ്ട്രീയ മര്യാദകൾ മറന്ന് പരസ്പര ധാരണയിലെത്തിയെന്ന് BJP.
ഇരുവരും ക്രോസ് വോട്ട് ചെയ്തതിന്റെ ഫലമായാണ് ഇടതുമുന്നണി രണ്ടിടത്തും ഭരണത്തിൽ തിരിച്ചെത്തിയതെന്ന് BJP ആരോപിച്ചു. അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് ജനങ്ങളോട് തുറന്നു പറയാൻ ഇടതും വലതും തയ്യാറാവണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭയിലും എടവിലങ്ങ് പഞ്ചായത്തിലും BJPയെ പരാജയപ്പെടുത്താൻ LDFും UDFും രാഷ്ട്രീയ മര്യാദകൾ മറന്ന് പരസ്പര ധാരണയിലെത്തിയെന്നാണ് BJPയുടെ ആക്ഷേപം. കേവലം 3 സീറ്റുകളുടെ വിജയത്തിനു വേണ്ടി കോൺഗ്രസ് മറ്റു വാർഡുകളിൽ ഇടതുപക്ഷത്തിന് വോട്ടുകൾ മറിച്ചു നൽകി. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ നോക്കിയാൽ അവിശുദ്ധ ബന്ധം ബോധ്യമാകും. എടവിലങ്ങിൽ പല വാർഡുകളിലും 20-30 വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ എടവിലങ്ങിൽ കോൺഗ്രസ് നിലംപരിശായി. കേരളത്തിൽ മറ്റു പലയിടത്തും കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയപ്പോഴാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലും എടവിലങ്ങും കോൺഗ്രസ് വോട്ട് ചോർന്നത്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് ജനങ്ങളോട് തുറന്നു പറയാൻ ഇടതും വലതും തയ്യാറാവണമെന്ന് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി എന്നിവർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളായ ദമ്പതികൾ വിജയം കൈവരിച്ചു. 15ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ നിത ജോഷി 702 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 16ാം വാർഡായ മാള ടൗൺ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ ജോഷി കാഞ്ഞുത്തറ 259 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എതിരാളിക്കൊരു പോരാളി. മാളയിലെ ജോഷി കാഞ്ഞുത്തറയെ അങ്ങനെ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയ ജീവിതത്തിൽ പോരാട്ടം ജോഷിക്കൊരു ലഹരിയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്തും പാർട്ടി ശത്രുക്കളോടുമുള്ള ജോഷിയുടെ പോരാട്ടം ഇന്ന് തുടങ്ങിയതല്ല. വെല്ലുവിളികൾ ഏറ്റെടുത്തു തന്നെയാണ് ജോഷി കാഞ്ഞുത്തറ എന്ന രാഷ്ട്രീയക്കാരൻ മാളയിൽ തലനിവർത്തി നടന്നത്. അതിനിടയിൽ സ്വതന്ത്രനായും റിബലായും പാർട്ടി ചിഹ്നത്തിലും മത്സരിച്ച് ജയിച്ചു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വ്യക്തിപരമായ ഒരു പോലീസ് കേസിൽപ്പെട്ട് ഒളിവിൽ പോയി. തുടർച്ചയായ പഞ്ചായത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താൽ ഭരണനേതൃത്വം ജോഷിയുടെ അംഗത്വം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അംഗത്വം നഷ്ടമായെങ്കിലും ഭാര്യ നിതാ ജോഷിയെ കളത്തിലിറക്കി വിജയിപ്പിച്ചാണ് മധുരപ്രതികാരം ജോഷി തീർത്തത്. ഇത്തവണ അതേ വാർഡിൽ നിന്ന് വീണ്ടും നിത മത്സരിച്ചപ്പോൾ 765 വോട്ടുകൾ നേടിയാണ് വീണ്ടും പഞ്ചായത്ത് അംഗമായി മാറുന്നത്. സ്വന്തം പാർട്ടിയിലെ 2 റിബലുകളെയും LDF, BJP സ്വതന്ത്രന്മാരെയും തറപറ്റിച്ചാണ് ഇത്തവണ മാള ടൗൺ വാർഡ് 16ൽ നിന്ന് 259 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജോഷി പുഞ്ചിരിക്കുന്നത്. ഭർത്താവും ഭാര്യയും ഒരേ സമയം മാള ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ചു കയറിയപ്പോൾ രാഷ്ട്രീയം ഇവർക്ക് കുടുംബക്കാര്യം കൂടിയാണ്. ജനപിന്തുണയിൽ ഇവർ വോട്ടർമാരോട് നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട 15ാം വാർഡിലെ വോട്ടർമാർക്ക് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ എന്നെ വിജയിപ്പിച്ച് വീണ്ടും മെമ്പറായി തെരഞ്ഞെടുത്തതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എന്നും നിങ്ങളോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് പറയുകയും നിങ്ങളുടെ എല്ലാവിധ ഉയർച്ചയ്ക്കും വാർഡിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു കുടുംബത്തിൽ അംഗമായിട്ട് തന്നെ ഞാൻ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. മീഡിയ ടൈം, മാള. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആളൂർ പഞ്ചായത്തിൽ വീണ്ടും NDA സ്ഥാനാർത്ഥി വിജയിച്ചു. ആളൂർ പഞ്ചായത്തിലെ 19ാം വാർഡ് പൊന്നുരുക്കുന്ന് വാർഡാണ് NDA പിടിച്ചെടുത്തത്. ആളൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക NDA ജനപ്രതിനിധിയാണ് KS വിഷ്ണു. ആളൂർ 19ാം വാർഡാണ് NDA പിടിച്ചെടുത്തത്. പൊരുന്നുകുന്ന് സ്വദേശിയായ KS വിഷ്ണു ആയിരുന്നു NDA സ്ഥാനാർത്ഥി. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ രതി സുരേഷും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബിജു പൗലോസ് എന്നിവരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. 40 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് NDA ഇവിടെ സീറ്റ് നേടിയത്. വാർഡിന്റെ വികസന കാര്യങ്ങളിലും കേന്ദ്ര MP ഫണ്ടുകൾ ജനങ്ങൾക്ക് എത്തുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് KS വിഷ്ണു പറഞ്ഞു. നമ്മുടെ ആളൂർ പഞ്ചായത്തിൽ NDA പിടിച്ചേക്കുന്ന ഓരോരോ വാർഡാണ് നമ്മുടെ 19ാം വാർഡായ പൊരുന്നുകുന്ന്. അവിടെ വിജയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി എൻ്റെ കൂടെ നിന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഈ വാർഡിൽ ഒരുപാട് വികസന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും എല്ലാവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആളൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക NDA ജനപ്രതിനിധിയാണ് KS വിഷ്ണു.
ആദ്യമായിട്ടാണ് വിഷ്ണു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മീഡിയ ടൈം, ആളൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. 4 പതിറ്റാണ്ട് LDF ഭരിച്ചിരുന്ന വാർഡ് പിടിച്ചെടുത്ത UDF. ആളൂർ പഞ്ചായത്തിലെ 2ാം വാർഡായ കല്ലേറ്റുങ്ങര വടക്കുമുറി ആദ്യമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈപിടിച്ചത്. കല്ലേറ്റുങ്ങര വടക്കുമുറി സ്വദേശി പുളിയാനി വീട്ടിൽ ഡെയ്സി വർഗീസ് ആയിരുന്നു UDF സ്ഥാനാർത്ഥി. വാർഡിൽ ആകെ പോൾ ചെയ്ത 1192 വോട്ടുകളിൽ 575 വോട്ടും നേടിയാണ് ഡെയ്സി വിജയിച്ചത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡെയ്സി. ഞാൻ ആളൂർ പഞ്ചായത്ത് 2ാം വാർഡിൻ്റെ നിയുക്ത മെമ്പറാണ്. 2ാം വാർഡിനെ പറ്റി പറയുമ്പോൾ 42 വർഷങ്ങൾക്ക് ശേഷം UDFന് കിട്ടുന്ന ഒരു വാർഡാണ്. ഇത്രയും ഈ 42 വർഷക്കാലവും LDFൻ്റെ കയ്യിൽ നിന്ന് കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് തെന്നിപ്പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ 2ാം വാർഡ്. 6 വോട്ട്, 8 വോട്ട്, 10 വോട്ട്, 15 വോട്ടിനൊക്കെയാണ് ഇവിടെ തോൽവി സംഭവിക്കാറ് UDFന്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഇവിടെ നിയുക്ത പ്രസിഡൻറ്റിൻ്റെ വാർഡ് ആണെന്ന പ്രചരണത്തിൽ ഒരു 285ഓളം വോട്ടിനാണ് ഇവിടുത്തെ പ്രസിഡൻ്റായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥി ജയിച്ചത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സന്ധ്യ സാധു 446 വോട്ടും NDA സ്ഥാനാർത്ഥി സനിത രാജേഷ് 171 വോട്ടും നേടി. 2005-ൽ ഇതേ വാർഡിൽ ഡെയ്സി മത്സരിച്ചിരുന്നു. അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു. അതിനുള്ള മധുര പ്രതികാരമായിരുന്നു ഡെയ്സിയുടെ ഈ വിജയം. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJPയുടെ അക്രമ രാഷ്ട്രീയത്തിനും അഹങ്കാരത്തിനും ഭീകരതയ്ക്കുമേറ്റ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാവ് KR ജൈത്രൻ. 35 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ LDF പൊട്ടിക്കരയുമെന്നാണ് പരിഹസിച്ചത്. ഇനിയെങ്കിലും അഹങ്കാരവും അക്രമവും ഉപേക്ഷിച്ചു വികസന പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ BJP തയ്യാറാകണമെന്നും KR ജൈത്രൻ പറഞ്ഞു. നാടിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് LDFന് അഭിമാന വിജയം സമ്മാനിച്ച കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ടർമാർക്ക് LDF മുനിസിപ്പൽ കമ്മിറ്റി നന്ദി അറിയിച്ചു. വർഗീയതയുടെ ഇരുൾ പരത്തി മതമൈത്രി തകർത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാനുള്ള BJPയുടെയും RSSന്റെയും ജനവിരുദ്ധ രാഷ്ട്രീയത്തെയാണ് കൊടുങ്ങല്ലൂർ ജനത പരാജയപ്പെടുത്തിയത്. ജനകീയാഭിലാഷം നിറവേറ്റാൻ സമർപ്പിത മനസ്സോടെ LDF പ്രവർത്തിക്കുമെന്ന ഉറപ്പ് വോട്ടർമാർക്ക് നൽകുന്നതായും മുനിസിപ്പൽ കമ്മിറ്റി അറിയിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPA ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, നേതാക്കളായ CC വിപിൻ ചന്ദ്രൻ, മുസ്താഖലി, അഡ്വക്കേറ്റ് അഷ്റഫ് സാമ്പാൻ, KS കൈസാബ്, വേണു വെണ്ണറ, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, PP സുഭാഷ്, റഹീം പള്ളത്ത് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് വീട്ടുപറമ്പിലെ വിറകുപുരയിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. മതിലകം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് SIയുടെ വീട്ടിലെ വിറകുപുരയിലാണ് പാമ്പിനെ കണ്ടത്. വന്യജീവി സംരക്ഷകൻ താഹിർ അഴിക്കോടെത്തിയാണ് കരിമൂർഖനെ പിടികൂടിയത്. മൂർഖനെ വനപാലകർക്ക് കൈമാറും. കയ്പമംഗലം ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് മഹോത്സവം നടത്തി. കയ്പമംഗലം കൊളങ്ങര ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നിന്നും താളങ്ങളുടെയും താളമേളങ്ങളുടെയും ചിന്തുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിപ്പ് നടന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ AR സുബ്രഹ്മണ്യൻ ആചാര്യയുടെ നേതൃത്വത്തിൽ ഏഴമ്പലം കൂട്ടി ശിവദാസൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേശവിളക്ക് ആഘോഷിച്ചത്. ഭാരവാഹികളായ സനേഷ് കാഞ്ഞിരപ്പറമ്പിൽ, സന്തോഷ് മൂത്തേരി, മണികണ്ഠൻ പൈറ്റില്ലം പറമ്പത്ത്, ഉണ്ണികൃഷ്ണൻ ഇളയത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലിപ്പാലത്തിനു താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് നിർത്തിയിട്ട് ബാബു ഇറങ്ങിപ്പോയത്. യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു. ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി.
പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലിപ്പാലത്തിന് സമീപമുള്ള ഭാഗത്ത് ബാബുവിന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് പാലത്തിന് സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹല്ല് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് CK അബ്ദുസലാം ക്യാമ്പ് ഉദ്ഘാടനം, മഹല്ല് ഖത്തീബ് അബ്ദുറഹിമാൻ ബാഗവി പ്രാർത്ഥന നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തോപ്പിൽ ബഷീർ, സെക്രട്ടറി KH മുഹമ്മദ് അലി, ഡോക്ടർ പ്രേമലത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF തുടർഭരണം ഉറപ്പിച്ച കൊടുങ്ങല്ലൂരിൽ ആരായിരിക്കും ചെയർമാൻ എന്ന ചോദ്യം സജീവ ചർച്ചയാകുന്നു. CPIക്ക് ആദ്യ ഊഴം. അങ്കമാലി നഗരസഭയിൽ ഇരുമുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. നഗരസഭ ഇനി ആര് ഭരിക്കണമെന്ന് സ്വതന്ത്രർ തീരുമാനിക്കും. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പറപ്പുക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ രോഹിത്, കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ, തറക്കൽ വീട്ടിൽ ഗിരീഷ് എന്നിവർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.